ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെമീസ് നാടൻ കിച്ചൺ. ഞാൻ സിബി. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുനാരങ്ങ വെച്ചിട്ട് അച്ചാറാണ്. ഇപ്പോൾ ഈ ഉണ്ടാക്കുന്ന അച്ചാർ നമുക്ക് 1-2 വർഷം വരെയൊക്കെ ചീത്തയാകാണ്ട് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ അച്ചാറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. ഞാൻ നാരങ്ങാച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 12 നാരങ്ങയാണ് എടുത്തിരുന്നത്. അതിനെ ഞാൻ 6 പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പം അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് വലിയ പീസ് വേണമെന്നുണ്ടെങ്കിൽ വലുതാക്കി മുറിക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുഞ്ഞു പീസായിട്ടാണ് മുറിച്ചേക്കണം. അപ്പോൾ ഒരു നാരങ്ങേനെ 6 പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ടാണ് മുറിച്ചേക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 പച്ചമുളക്. ഇതിപ്പോൾ ഇത് കണക്കത്തെ പച്ചമുളകാണ്, അങ്ങനത്തെ 2 എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളി, ഇതുപോലത്തെ ഒരു ഉണ്ട വെളുത്തുള്ളിയാണ്. പിന്നെ ഇഞ്ചി ഈ വലുപ്പമുള്ളൊരു ഇഞ്ചിയാണിത്. ഇഞ്ചി നല്ല പൊടിയായിട്ട് വേണം അരിയാനായിട്ട്. പച്ചമുളക് വട്ടത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീഞ്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടി ചൂടാക്കി കഴിയുമ്പോൾ ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് 7 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ നാരങ്ങാച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നല്ലെണ്ണ തന്നെ വേണം ഉണ്ടാക്കാനായിട്ട്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കരുത്. അതുപോലെ വെജിറ്റബിൾ ഓയിലിൻ്റെ അകത്തും ഉണ്ടാക്കാൻ പാടില്ല. ഈ എണ്ണ ഒന്ന് ചൂടായിട്ട് വരണം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇത് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്നു വരണം. ഈ വെളുത്തുള്ളിയൊക്കെ ഇതിൻ്റെ അകത്ത് കിടന്ന് നന്നായിട്ട് മൂക്കണം. മൂത്തില്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അച്ചാറുണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ചേർക്കാം. ഇനി ഈ നാരങ്ങ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്നു വരണം. ഇതിൽ കിടന്നിട്ട് നാരങ്ങയുടെ നീരെല്ലാം പുറത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അതിൽ കിടന്നിട്ട് ഈ തൊണ്ടൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരും. അപ്പോൾ അതുവരെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ എണ്ണയിലിട്ടിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ ഇട്ട് കൊടുക്കുന്ന കല്ലുപ്പാണ്. ഉപ്പിട്ടിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പിടുമ്പോഴത്തേക്കും ഈ നാരങ്ങയുടെ ഇതിന് നീരൊക്കെ പുറത്തേക്ക് ഇറങ്ങി വരും. ഉപ്പിട്ടപ്പോൾ തന്നെ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കഷ്ണത്തിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നാരങ്ങയുടെ തോടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ. ഇത് കാശ്മീരി ചില്ലിയും സാദാ ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്തതാണ്. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കുക. അപ്പോൾ മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കുക. ഇതിലിപ്പം 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പം 2 മുളക് പൊടിയും കൂടി ചേർത്തേക്കുന്നതുകൊണ്ട് നല്ല അത്യാവശ്യം എരിവുണ്ട്. പിന്നെ ഇട്ടിരിക്കുന്ന പച്ചമുളകിനാണെങ്കിലും നല്ല എരിവുള്ള പച്ചമുളകാണ് ചേർത്തേക്കുന്നത്. ഇനി ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിൻ്റെ അകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വഴന്നു വരണം. ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടുക്കി പിടിക്കരുത്. ഇപ്പോൾ ഈ പൊടികളൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്.
അത് എണ്ണ തെളിഞ്ഞു തുടങ്ങി. എനിക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് എണ്ണ കുറവായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് ഇതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ കൂടി ചേർക്കുക. ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനല്ലേ, അപ്പം നല്ലെണ്ണ ശരിക്കും നല്ലപോലെ തെളിഞ്ഞ് നിൽക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്, എണ്ണയൊക്കെ നന്നായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടി ഒരുപാടായി പോരുത്, ഒരുപാടായി കഴിഞ്ഞാൽ അച്ചാർ കഴിക്കും. ഇത് ഇങ്ങനെ നമ്മൾ വഴറ്റി ഉണ്ടാക്കുമ്പോൾ ഈ അച്ചാർ നമുക്ക് 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ എടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഇത് അലുത്ത് വരും ഇത്. അപ്പോൾ ഇതിപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരി ചേർക്കുമ്പോൾ നമുക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ചാണ് വിനാഗിരി ചേർക്കേണ്ടത്. ഞാനിതിലേക്ക് 1/3 കപ്പ് വിനാഗിരി ചേർക്കണേണ്. ഒരു 1/4 കപ്പും കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പോളം വിനാഗിരി ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ വിനാഗിരി ചേർത്താൽ മാത്രമേ ഇതിനകത്ത് ഈ അച്ചാറിന് കുറച്ച് ഗ്രേവി ഉണ്ടാകത്തുള്ളൂ. പിന്നെ അതുപോലെ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും കൂടി ഉള്ളതല്ലേ, അപ്പോൾ വിനാഗിരി ചേർത്താൽ മാത്രമേ ഇത് കുറച്ച് അധികം ദിവസം ഇരിക്കത്തുള്ളൂ. വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കായമാണ്. അപ്പോൾ അത് കായം കുറച്ച് കായം ഇതിൻ്റെ പുറത്തേക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഞാൻ അടുത്ത് ഇപ്പോൾ 1/2 ടീസ്പൂണോളം കായം ഇട്ടിട്ടുണ്ടാവും. കായപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ കായവും വിനാഗിരിയൊക്കെ ചേർക്കുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം വേണം ചേർക്കാനായിട്ട്. നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറി കഴിയുമ്പോഴത്തേക്ക് ഒരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ കുപ്പി പോലത്തെ ഏതെങ്കിലും ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വെക്കുക, അല്ലെങ്കിൽ ഭരണി അതിലേക്ക് ആക്കി വെക്കാം. അപ്പോൾ ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 വർഷത്തേക്കൊക്കെ ഇത് ചീത്തയാകാണ്ട് ഇരുന്നോളൂ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.